ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ്, ട്യൂട്ടോറിയലാണ്. കളർ പെൻസിൽ ഏറ്റവും വില കുറഞ്ഞ കളർ പെൻസിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഡ്രോയിങ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ റെഫറൻസ് പിക്ചർ എന്ന് വെച്ചാൽ ഇതാണ്. സമന്തയുടെ ഒരു ഫോട്ടോ ആണ്, കളർ ഫോട്ടോ ആണ്. ഇതാണ് നമ്മൾ കളർ പെൻസിൽഡായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന കളർ പെൻസിൽ വെച്ചാൽ ക്യാംലിൻ എന്ന ബ്രാൻഡിൻ്റെ ചെറിയൊരു 200 രൂപയുടെ ഒരു കളർ പെൻസിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കളർ പെൻസിൽ. ഓക്കെ, ഇതിന് 200 രൂപ വരുന്നുള്ളൂ. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറയും, ഏകദേശം 180 രൂപയുടെ അടുത്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ വാങ്ങിയൊരു കളർ പെൻസിലാണ്, ക്യാംലിൻ എന്ന ബ്രാൻഡിൻ്റെ. ടോട്ടൽ 24 ഷെയ്ഡ്സ് ആണ് ഇതിന് വരുന്നത്. 24 ഷെയ്ഡ്സ് വരുന്ന ഒരു കളർ പെൻസിൽ. ഓക്കെ, ഇത് ബിഗിനേഴ്സ് ഡ്രോയിങ് പഠിക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടുകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ. ഇതിൽ വെച്ചാൽ നമുക്ക് 24 ഷെയ്ഡ്സ് ഉണ്ട്. ഓക്കെ, കളർ ഷെയ്ഡിങ്ങിനുള്ള എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫേസ് ഷെയ്ഡിങ്ങോ സ്കിൻ ഷെയ്ഡിങ്ങോ ഹെയറിനോ എല്ലാ ഷെയ്ഡിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഷാർപ്പനർ കൂടിയുണ്ട്. നമുക്ക് മുന പൊട്ടിക്ക് പോയി കഴിഞ്ഞാൽ മുന ഉണ്ടാക്കാനായിട്ട് ഒരു ഷാർപ്പനർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് അടച്ചു നോക്കാം. ഓക്കെ, പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ ഐവറി ചാർട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഐവറി ചാർട്ട് കേട്ടോ, അടിപൊളി സാധനമാണ്. ഇതിന് വരുന്നത് ഓൺലൈൻ റേറ്റ് വെച്ചാൽ ഒരു 300 രൂപ വരുന്നുള്ളൂ. ചെറിയ റേറ്റ് 300, 400-500 റുപ്യക്ക് നമുക്ക് രണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേപ്പർ എന്ന് വെച്ചാൽ 200 GS ആണ് വരുന്നത്. 200 GS എന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടിയാണ്. ഇത്രയുണ്ട് തടിപ്പ്. ഈ പേപ്പറിൻ്റെ കട്ടിയില്ലേ, എത്ര കട്ടിയുണ്ട് അതിന് കാണിക്കുന്നത് 200 GS. അപ്പോൾ ഇതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത്നെസ് ആയിരിക്കും, തൊട്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ ഭയങ്കര സ്മൂത്ത്നെസ് ആണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചാൽ കുറച്ചൊരു റഫ്നെസ് ആണ്, ഷെയ്ഡിങ്സ് ഒരു ടെക്സ്ചർ ടൈപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ കളർ പെൻസിലായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ സ്മൂത്തുള്ള ഭാഗമില്ലേ, അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷെയ്ഡിങ്സ് അവിടെ ചെയ്താൽ നമുക്ക് നല്ല ബ്ലെൻഡിങ് അടിപൊളിയായിട്ട് സ്മൂത്ത്നെസ് ആയിട്ട് ആ ഷെയ്ഡിങ് കിട്ടും. അപ്പോൾ നമുക്ക് അധികം വർത്താനം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ നമുക്കിടാം എന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ എന്നൊരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അവിടെ നമ്മൾ ഏത് പിക്ചറാണോ വരയ്ക്കേണ്ടത് ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ സാമന്തയുടെ പിക്ചറാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാനങ്ങ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്ര ഗ്രിഡ് വേണം, അതായത് വെർട്ടിക്കലായിട്ട് എത്ര വേണം, ഹൊറിസോണ്ടലായിട്ട് എത്ര വേണം, നമ്മളത് ആഡ് ചെയ്യണം. ഞാനിവിടെ 20 വെർട്ടിക്കലായിട്ടും പിന്നെ ഹൊറിസോണ്ടലായിട്ട് ഞാനിവിടെ 16 എടുത്തു. എന്നിട്ട് നമ്മളവിടെ SQ ഉണ്ട്, SQൻ്റെ അടുക്ക പോയിട്ട് നമ്മൾ ടിക്ക് ചെയ്തിട്ട് ശരി മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രിഡ് ഫുള്ളായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വരും. ഓരോ സ്ക്വയറും നമുക്ക് അതിൻ്റെ എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് നമുക്ക് അതിൽ പിക്ചറിൽ കിട്ടുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഐവറി ചാർട്ട് എടുത്ത് സ്കെയിൽ വെച്ചിട്ട് ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ ഞാനിവിടെ 2 സെൻറ്റിമീറ്ററിൻ്റെ ഓരോ സ്ക്വയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട് സ്കെയിൽ വെച്ചിട്ട്. ആക്ച്വലി നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ സ്ക്വയർ വരക്കുമ്പോൾ ഏറ്റവും ലൈറ്റായിട്ട് വേണം വരക്കാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്നെസ് ആയിട്ട് വരക്കുന്നത്. നമ്മൾ ലാസ്റ്റ് കളർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രിഡൊക്കെ ഒന്ന് മായ്ച്ച് കളയുന്നതായിരിക്കും, ലൈറ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഗ്രിഡ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്പറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഞാനിവിടെ റെഫറൻസ് പിക്ചർ
എങ്ങനെയാണോ ഉള്ളത് അത് ഓരോരോ കോളം നോക്കി നോക്കി പതുക്കെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സ്ക്വയർ നമ്മൾ സൂക്ഷിച്ച് വരയ്ക്കേണ്ടതുണ്ട്. എവിടെയാണോ തെറ്റി ഒരു സ്ക്വയർ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുൾ ടോട്ടലി ആ പിക്ചറെ അങ്ങ് എല്ലാം ഇതായി പോകും, പിന്നെ ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ സാവധാനം വേണം ഇത് ചെയ്യാൻ. ഓരോ സ്ക്വയർ ഇങ്ങനെ പതുക്കെ പതുക്കെ നോക്കി നോക്കി വരച്ചെടുക്കുക. ഞാനിപ്പോൾ കണ്ണിൻ്റെ ഭാഗം വരയ്ക്കുകയാണ്. കണ്ണിൻ്റെ ഔട്ട്ലൈൻ വളരെ ശ്രദ്ധയോടു കൂടെ ഔട്ട്ലൈൻ ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. ആ ഗ്രിഡിൽ എവിടേക്കാണ് ഉള്ളത് അതനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മളിവിടെ വരക്കാൻ. ഞാനിവിടെ വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ് സക്കുറ എന്നൊരു സക്കുറ എന്നൊരു ബ്രാൻഡിൻ്റെ മെക്കാനിക്കൽ പെൻസിലാണ്. HB ലീഡ് അടങ്ങിയ ഒരു മെക്കാനിക്കൽ പെൻസിലാണ് ഇവിടെ ഔട്ട്ലൈൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ എപ്പോഴും ലൈറ്റ് കളേഴ്സുള്ള മെക്കാനിക് പെൻസിൽ വേണം ഉപയോഗിക്കാൻ. ഒരു ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും മെയിനായ കാര്യം കണ്ണാണ്. നമ്മൾ കണ്ണ് വരയ്ക്കും. കണ്ണ് വരച്ച് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അതെങ്ങനെയാലും നമുക്കൊരു സക്സസ് ആയിരിക്കും. ആ ഡ്രോയിങ് വരക്കുന്നത് നല്ലൊരു സക്സസ് ആയിരിക്കും. അതുകൊണ്ട് കണ്ണ് വളരെ സൂക്ഷിച്ച് വേണം വരക്കാൻ. കണ്ണ് വരച്ചിട്ട് ശേഷം നമ്മൾ മൂക്കിൻ്റെ പോർഷൻസ് വരികയാണ്. ഇവിടെ മൂക്കിൻ്റെ പോർഷൻസ് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ ഔട്ട്ലൈൻ ഇടുകയാണ്. ഔട്ട്ലൈൻ ഇടുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ട് വേണം വരക്കാൻ. ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്കായിട്ട് വരക്കുന്നത്. നമ്മൾ അത് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് വേണം നമ്മൾ ഔട്ട്ലൈൻസ് ഇടാൻ. സ്ക്വയേഴ്സ് തെറ്റാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ മൂക്കിൻ്റെ ഭാഗം എത്ര ഒരു സ്ക്വയേഴ്സിൽ എത്ര ഭാഗം ഇങ്ങനെ കട്ടാവുന്നുണ്ട് അതൊക്കെ നോക്കി നമ്മൾ വളരെ സാവധാനം വേണം വരക്കാൻ. അപ്പോൾ ഏകദേശം നമ്മൾ മൂക്കിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചുണ്ടിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. ചുണ്ടിൻ്റെ ഭാഗം ഞാൻ നോക്കിയിട്ട് വളരെ ശ്രദ്ധയോടു കൂടി ഇങ്ങനെ ഔട്ട്ലൈൻസ് ഇടുകയാണ്. വളരെ പതുക്കെ നമ്മൾ ഔട്ട്ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഏതൊക്കെയാണോ ചുണ്ടിൻ്റെ മുകൾ ഭാഗം എങ്ങനെയൊക്കെയാണ് വരുന്നത് അത് നോക്കിയിട്ട് വളരെ സാവധാനത്തിൽ കൊടുക്കുക. ചുണ്ടിൻ്റെ താഴ്ഭാഗം ഏതൊക്കെ സ്ക്വയറിലൂടെയാണ് കടന്നു പോകുന്നത്, ഏതൊക്കെ ലൈൻസ് ആണ് കട്ടാവുന്നത് നോക്കുക, അതങ്ങനത്തെ വരച്ചു കൊടുക്കുക. ബാക്കി നമ്മുടെ ഫേസിൻ്റെ താഴ്ഭാഗമാണ് ഇനി വരക്കാൻ പോകുന്നത്. ഏകദേശം ചെവി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവി വരച്ച് അവിടെ പിന്നെ കാതിലൊക്കെ വരച്ച് ഇട്ടു. അതിനുശേഷം നമ്മളെ ഫേസിൻ്റെ റൗണ്ട് ഷേപ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അത് നോക്കിയിട്ട് നമ്മൾ പതുക്കെ വരക്കുക. പതുക്കെ ഇങ്ങനെ വരച്ച് ഏകദേശം നമ്മളെ സാമന്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.